Hello. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ഇംഗ്ലീഷിന്റെ ഈ ഒരു സെഷനിൽ ഒരു ചെറിയൊരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് പലർക്കും അറിയാവുന്നതാണ്, പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, നമ്മൾ ഗ്രാമറിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രാമറിനെ പഠിച്ചിട്ടുള്ള കുറച്ച് എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷെ പലർക്കും ഈ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമറിന്റെ റൂള് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്, പക്ഷെ അത് നമ്മൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ വേർഡ്സ് എന്തൊക്കെയാണ്? ഇപ്പൊ വേർഡ്സ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ ആയിരുന്നു എന്ന് വരെ നമുക്ക് തോന്നാം. അത്യാവശ്യം പക്ഷെ ഗ്രാമറിന്റെ ക്ലാസ് ഒക്കെ കൂടിയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാവുന്ന ഒരു റൂളാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ റൂൾ എന്ന്. ഓക്കെ, യെസ്. ഇപ്പൊ റൂള് അതിനു മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം, കുറച്ച് സെന്റൻസ് കാണിക്കാം. 5 സെന്റൻസ് ഉണ്ട്. ഈ സെന്റൻസ് കാണുമ്പോഴേ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവേണ്ടതാണ് ഈ ഒരു റൂളിനെ പറ്റിയിട്ട്. നമുക്ക് നോക്കാം. The scissors is on the table. എന്തെങ്കിലും എറർ ഉണ്ടോ? അടുത്തത്, my trousers needs to be ironed. The binoculars is very expensive. These pants was gifted to me, my sister. To me by my sister. The spectacles is on the desk. ഇതിലൊക്കെ ഒരു എറർ ഉണ്ട് അല്ലെ? ആ എറർ എന്താണെന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ കിട്ടിയിട്ടുള്ളവര് ഉണ്ട്. കാരണം നമ്മൾ നൗൺ എന്ന് പറയുമ്പോഴേ നമുക്ക്, അല്ലെങ്കിൽ നൗണ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും, നമ്മൾ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്താലും നൗണിന്റെ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഈ ഒരു റൂള് ആരും വിട്ടുപോകത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു റൂളാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. 2-3 റൂൾസ് ഉണ്ട് ഇങ്ങനെ മെയിൻ ആയിട്ട് നൗണിനെ പറ്റി പറയുമ്പോൾ പഠിക്കാനായിട്ട്. അതിലൊന്നാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു റൂളിന്റെ അകത്ത് പറയുന്നത് എന്താണെന്നും പലർക്കും എപ്പോഴും തെറ്റി പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. The scissors is on the table. നമ്മുടെ കയ്യില് അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ചിലപ്പോൾ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അടുത്തൊക്കെ ചിലപ്പോൾ ഒരു സിസേഴ്സ് കാണാം. നമ്മൾ ഇരിക്കുന്ന ടേബിളിലോ അല്ലെങ്കിൽ വീട്ടിലൊരു സിസേഴ്സ് എങ്കിലും കാണും അല്ലെ? ഇനി അല്ലെങ്കിൽ വീട്ടിലില്ലെങ്കിൽ പോട്ടെ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സിസേഴ്സ്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു സിസേഴ്സ് എടുത്തു. ഈ സിസേഴ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒരു സിസേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിസേഴ്സ് എന്ന വേർഡ് ഒരെണ്ണം ആയിക്കോട്ടെ, രണ്ടെണ്ണം ആയിക്കോട്ടെ, എത്ര നമ്പർ ആയിക്കോട്ടെ, അത് പ്ലൂറൽ നൗൺ ആണ്. സിസേഴ്സിന് സിംഗുലർ ഫോം ഇല്ല. പലരും തെറ്റിച്ച് പറയുന്നുണ്ട് സിസർ. ആ സിസർ ഇങ്ങനെ എടുത്തേ, എന്റെ സിസർ കണ്ടു എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? പക്ഷേ സിസേഴ്സിന് പ്ലൂറൽ ഫോമേ ഉള്ളൂ. സിസേഴ്സ് എന്ന് പറയുന്നത് ഒരെണ്ണമാണെങ്കിൽ നമ്മൾ സിസേഴ്സ് എന്നാണ് പറയുന്നത്, സിസർ എന്ന് പറയില്ല. ഓക്കെ, സിസർ അല്ല, ഇറ്റ്സ് സിസേഴ്സ്. സിസേഴ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ സിസേഴ്സ്, എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ് അല്ലെ? സിസേഴ്സ് പ്ലൂറൽ. യെസ്. ഇനി സിസറിന് നമ്മളിവിടെ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, സിസേഴ്സ് എന്നത് പ്ലൂറൽ ആണ്, മാത്രമല്ല ഇതിന് സിംഗുലർ ഫോം ഇല്ല. യൂഷ്വലി നമ്മൾ പറയുമ്പോൾ ഓരോ നൗണിനും സിംഗുലർ പ്ലൂറൽ വെച്ച് പറയും. ബോയ് ബോയ്സ്, ആപ്പിൾ ആപ്പിൾസ്, ബോക്സ് ബോക്സസ്, ബോട്ടിൽ ബോട്ടിൽസ്, പെൻ പെൻസ്. സിംഗുലറും പ്ലൂറലും യൂഷ്വലി നമ്മൾ പറയുന്നതാണ്. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന നൗൺസിനൊന്നും പ്ലൂറൽ ഫോം ഇല്ല. സോറി സിംഗുലർ ഫോം ഇല്ല. ഈ കൊടുത്തിരിക്കുന്ന നൗൺസിനൊന്നും സിംഗുലർ ഫോം ഇല്ല. സിംഗുലർ അല്ല, പ്ലൂറൽ മാത്രമേ ഇതിനുള്ളൂ. അപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ ഓർക്കണം. ഇതിന് സിംഗുലർ ഇല്ലെന്നുള്ളതും ഓർക്കണം, പ്ലൂറൽ മാത്രമേ ഉള്ളൂ എന്നത്. ഓക്കെ, പലർക്കും കാണുമ്പോൾ സിസേഴ്സ് പ്ലൂറൽ ആണ് എന്ന് ചിന്തിക്കാം. പക്ഷെ അത് കറക്റ്റ് ആണ്, പക്ഷെ പ്ലൂറൽ മാത്രമേ ഉള്ളൂ, ഇവർക്ക് സിംഗുലർ ഇല്ല. ഇനി the trousers needs to be ironed. The trousers needs to be ironed. Trousers ഇതും തെറ്റിക്കുന്നതാണ്. ട്രൗസർ പലരും പറയും ഒരെണ്ണേ ഉള്ളൂ. അതിന് ട്രൗസർ എന്ത് ചെയ്യും, ട്രൗസർ കണ്ടോ എന്നൊക്കെ ചോദിക്കും. തെറ്റാണ്, ട്രൗസർ അല്ല, ട്രൗസേഴ്സ്. ഒരെണ്ണമാണെങ്കിലും അത് ട്രൗസർ ആണ്, ട്രൗസർ. ഓക്കെ, അടുത്തത്, the binoculars is very expensive. Binoculars എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിങ്ങനെ
ദൂരത്തുള്ള വ്യൂ കിട്ടും അല്ലെ, ബൈനോക്കുലേഴ്സ്. അപ്പൊ അതെന്താണ്, അതും പ്ലൂറൽ ആണ്, ഇതിനും സിംഗുലർ ഫോം ഇല്ല. ബൈനോക്കുലർ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ സമയമായി. ഇനിയാണ് നമ്മൾ എപ്പോഴും തെറ്റ് വരുത്തുന്ന ഒരു വേർഡ്, അത് എല്ലാരും തെറ്റ് വരുത്തുന്ന ഒരു വേർഡാണ്. These pants was gifted to me by my sister. Pants. Pants. പലരും പാന്റ് എന്ന് പറയും. പാന്റ് എന്നത് തെറ്റാണ്. പാന്റ് എന്നൊരു വേർഡ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പാന്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പാൻസ് ആണ്. ഒരെണ്ണമേ ഉള്ളെങ്കിലും എന്ത് ചെയ്യാം, എന്റെ പാൻസ്, പലരും ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ അങ്ങ് ചിന്തിച്ചെടുക്കും അല്ലെ. അതായത് പാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാന്റ്, ഒരെണ്ണത്തിനെ പറ്റിയല്ല പറയുന്നത്, അപ്പൊ അത് പാന്റ് ആയിരിക്കും. എന്ത് ചെയ്യും എന്റെ പാന്റ് എന്ന് ചോദിക്കാം അല്ലെ. പക്ഷെ അങ്ങനെയല്ല, ഒരെണ്ണമേ ഉള്ളെങ്കിലും അത് പാൻസ് ആണ്. The spectacles is on the desk. എന്റെ സ്പെക്ടക്കിൾസ് ഒരെണ്ണമേ ഉള്ളൂ, അതും പ്ലൂറൽ ആണ്. The spectacles is on the desk. അപ്പൊ ഇപ്പൊ മനസ്സിലായാലും നമ്മൾ ഏത് റൂൾ ആണ് പഠിക്കുന്നതെന്ന്. അതായത് പ്ലൂറൽ ഫോം മാത്രമുള്ള വേർഡ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇത്രയല്ലാണ്ട് ഒരുപാട് വേർഡ്സ് ഉണ്ട്, ഞാൻ ഇപ്പൊ കുറച്ച് വേർഡ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോ ഒരുപാട് വേർഡ്സ് ഉണ്ട്, നമുക്ക് പ്ലൂറൽ മാത്രമല്ല. അപ്പൊ ഈ വേർഡ്സ് ശ്രദ്ധിച്ചാൽ കാണുമ്പോൾ മനസ്സിലാവും. സിസേഴ്സ്, ട്രൗസേഴ്സ്, ബൈനോക്കുലേഴ്സ്, പാൻസ്, സ്പെക്ടക്കിൾസ്. സിസേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാല് പോലെ വന്നിട്ട് നമ്മളൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ട്രൗസേഴ്സും പാൻസും നമുക്ക് രണ്ട് കാലും ഇടാനായിട്ടുള്ള രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട് അല്ലെ. ഇനി അടുത്തത് ബൈനോക്കുലേഴ്സ്, അവിടെയും നമുക്ക് രണ്ട് പീസ് പോലെ വന്നിട്ട് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. സ്പെക്ടക്കിൾസ് നമുക്ക് രണ്ട് കണ്ണിലേക്കുള്ളതുണ്ട് അല്ലെ. യെസ്, അപ്പോ ഇതൊക്കെ ഈ രണ്ട് പീസ് പോലെ വന്നിട്ട് നമ്മൾ ഒരു ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോ ചില വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഈ കണ്ട സിസേഴ്സ്, ട്രൗസേഴ്സ്, ബൈനോക്കുലേഴ്സ്, പാൻസ്, സ്പെക്ടക്കിൾസ്, ഷോർട്സ്, ഇതൊക്കെ പ്ലൂറൽ മാത്രമുള്ള വേർഡ്സ് ആണ്, അതിന് സിംഗുലർ ഇല്ല. ആൻഡ് ഇതിന്റെ റൂൾ ഇതാണ്, നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന റൂൾ ഇതാണ്. ചില നൗൺസിന് പ്ലൂറൽ ഫോം മാത്രമേ ഉള്ളൂ, പ്ലൂറൽ നൗൺസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട വേർബ് പ്ലൂറൽ ആയിരിക്കും. പ്ലൂറൽ നൗണിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട വേർബ് പ്ലൂറൽ വേർബ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്, സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം വേർബ് കൊടുക്കാൻ. അപ്പം അത് പഠിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലാവും, പ്ലൂറൽ നൗണിന്റെ കൂടെ പ്ലൂറൽ വേർബ് തന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ അതല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്, ചില വേർഡ്സിന് പ്ലൂറൽ ഫോം മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ പ്ലൂറൽ നൗൺ, ആ പ്ലൂറൽ വേർഡ് എവിടെ വന്നാലും അതിന്റെ കൂടെ പ്ലൂറൽ വേർബ് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ കുറച്ച് തെറ്റുകളില്ലേ? ഇല്ലേ? യെസ്, the scissors is on the table. എന്താണ് ഇതിന്റെ അകത്ത് എറർ ആയിട്ട് വരുന്നത്? The scissors is അല്ല, scissors പ്ലൂറൽ ആണ്, അതുകൊണ്ട് the scissors are on the table. Are on the table. Again, my trousers needs to be ironed. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? നോക്കിക്കേ, ട്രൗസേഴ്സ് എന്നുള്ളത് എന്തെന്ന് വരും? ട്രൗസേഴ്സ് കറക്റ്റ് ആണ്, പ്ലൂറൽ ആണ്. നീഡ്സ് വരുമോ? നീഡ് വരുമോ? യെസ് പോരട്ടെ. മൈ ട്രൗസേഴ്സ് നീഡ്സ് ടു ബി അയൺഡ് ആണോ? മൈ ട്രൗസേഴ്സ് നീഡ് ടു ബി അയൺഡ് ആണോ? എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പോരട്ടെ. Yes. My trousers need to be ironed. ഇവിടെയും തെറ്റിക്കാറുണ്ട് പലരും. നീഡ്സ് ആണോ നീഡ് ആണോ, അങ്ങനെയാണ് ഈ ട്രൗസർ എന്ന് കൊടുക്കട്ടെ. ഓർക്ക, my trousers need to be ironed. നീഡ്സ് അല്ല, നീഡ്. അടുത്തത്, the binoculars is very expensive. The binoculars is very expensive. എന്താണ്? The binoculars അത് പ്ലൂറൽ ആണ്, അപ്പോ are very expensive. These pants was gifted to me by my sister. These pants was gifted alla, were gifted. These pants were gifted to me by my sister. അടുത്തത്, yes, the spectacles is on the desk ആണോ? The spectacle are on the desk എന്നാണ് പറയുക. ഓക്കെ, യെസ്. അപ്പോ
ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിത് പലർക്കും ഇത് മിസ്റ്റേക്ക് ആണ്. അണ്ടർ റൂൾ പഠിക്കുന്നിട വരെ പലർക്കും ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാകാറില്ല. ഓക്കെ, യെസ്. നമുക്കിനി നോക്കാം. ഒരു 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 വേർഡ്, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ തരാം, ഒരു സെന്റൻസ് കൂടെ തരാം. യെസ്, താങ്ക്സ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? താങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? താങ്ക്സ് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയാവേ. താങ്ക്സ് goes to everyone for their support. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. താങ്ക്സ് ഗോസ് ടു എവ്രി വൺ ഫോർ ദിയർ സപ്പോർട്ട്. ഈ താങ്ക്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? താങ്ക്സ് എന്ന് പറയുന്നത്, പെൻ എടുക്കട്ടെ, കളർ ചേഞ്ച് ചെയ്യട്ടെ. യെസ്, താങ്ക്സ് എന്ന് പറയുന്നതും പ്ലൂറൽ ആണ്. താങ്ക്സ് പ്ലൂറൽ ആണ്. ഓക്കെ, താങ്ക്സ് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് അല്ലെ, ഒരു എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ആൻഡ് ഇത് എപ്പോഴും ഒരു പ്ലൂറൽ വെർബിന്റെ കൂടെ വേണം യൂസ് ചെയ്യാൻ. സോ താങ്ക്സ് ഗോസ് അല്ല, താങ്ക്സ് ഗോ ടു എവ്രി വൺ ഫോർ ദിയർ സപ്പോർട്ട് എന്ന് വേണം പറയാൻ. വേറെ ഒരെണ്ണം തരാം. മൈ താങ്ക്സ് എഴുതി എഴുതി എങ്ങോട്ടോ പോന്നു. നോക്കിക്കേ, മൈ താങ്ക്സ് ഈസ് heartfelt. മൈ താങ്ക്സ് ഈസ് heartfelt. എന്തെങ്കിലും വേറെ ഉണ്ടോ? ഉണ്ട്. നമ്മൾ പറഞ്ഞു താങ്ക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ മൈ താങ്ക്സ് ഈസ് heartfelt വരുമോ? ഇല്ല. മൈ താങ്ക്സ് ആർ heartfelt. ഓക്കെ, ഇനി താങ്ക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് സിംഗുലർ ഫോം ഇല്ലേ? സിംഗുലർ ആയിട്ട് പറയണമെങ്കിൽ പ്ലൂറൽ ആയിട്ട് പറയുമ്പോഴാണ് നമ്മൾ താങ്ക്സ് എന്ന് വെറുതെ പറയുന്നത്. ഒരാളോട് പറഞ്ഞാലും ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞാലും ഒക്കെ താങ്ക്സ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് സിംഗുലർ വേണമെങ്കിൽ നമുക്കിതാ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് ഇങ്ങനെ പറയാം. താങ്ക് യു. താങ്ക് യു എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്, താങ്ക് യു ഫോർ യുവർ കൺസിഡറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. സോ താങ്ക്സ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ, താങ്ക് യു എന്ന് പറഞ്ഞാൽ സിംഗുലർ. ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. പോലീസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പോലീസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? യെസ്, പോലീസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ, പ്ലൂറൽ, പല 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 ഇത് വരുന്നുണ്ട്. പോലീസ് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ഫോം ആണ്. പോലീസും പ്ലൂറൽ ഫോം ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ വരുവാണെങ്കിൽ the police is investigating the case. The police is investigating the case. എന്തെങ്കിലും പറഞ്ഞുണ്ടോ? യെസ്, പോലീസ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അല്ല, the police are investigating. കാരണം പോലീസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെയും നമുക്കൊരു സിംഗുലർ ആയിട്ട് എടുക്കാം. എങ്ങനെയാണ്? നമുക്ക് വേണമെങ്കിൽ എ പോലീസ് മാൻ എന്ന് പറയാം. ഓക്കെ, എ പോലീസ് മാൻ എന്ന് പറയാം, ഒരു ഇൻഡിവിജ്വലിനെ പറ്റി പറയാം. അല്ലെങ്കിൽ എ പോലീസ് വുമൺ എന്ന് പറയാം. അതുമല്ലെങ്കിൽ എ പോലീസ് ഓഫീസർ എന്ന് പറയാം. എ പോലീസ് ഓഫീസർ എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കൊടുത്താൽ അത് സിംഗുലർ ആണ്. പക്ഷെ വെറുതെ നമ്മൾ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് പ്ലൂറൽ ആണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഓർക്കുക, വെറുതെ നമ്മൾ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലൂറൽ, വെറുതെ താങ്ക്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. ഓക്കെ, ഇനി താങ്ക് യു എന്ന് പറഞ്ഞാൽ സിംഗുലർ, എ പോലീസ് ഓഫീസർ, എ പോലീസ്മാൻ, എ പോലീസ് വുമൺ എന്നൊക്കെ പറഞ്ഞാൽ സിംഗുലർ. ഈ ചെറിയൊരു കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, യെസ്. അപ്പോ അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു റൂള് ഓർത്തിരിക്കുക. ആൻഡ് പ്ലൂറൽ നൗൺസ്, പ്ലൂറൽ വെർബ്, പ്ലൂറൽ നൗൺസിന്റെ കൂടെ പ്ലൂറൽ വെർബും താങ്ക് യു അതുപോലെ പോലീസ്, ഈ രണ്ട് കാര്യം. അപ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, പോലീസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. ഓക്കെ.